എന്താണ് നീതി പുലർത്തേണ്ടത് അതും കൂടി പറയും. തങ്ങൾക്ക് വിഷമം ഉണ്ടായിക്കണമെങ്കിൽ തങ്ങൾ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞങ്ങൾ ഇസ്ലാമാണ് പറഞ്ഞത്. ഏഹ് കേക്ക് മുറിച്ചണതും അമ്പലത്തിൽ പാട്ട് പാടുന്നതും സിനിമ പാട്ട് പാടുന്നതും ഇസ്ലാമിൽ തെറ്റാണ്. അപ്പൊ തങ്ങൾക്കും മാറ്റി അങ്ങനല്ല, തങ്ങൾ എങ്ങൾക്ക് ഹലാലാണ്, മറ്റുള്ളവർക്ക് അത് ഹറാമാവുള്ളൂ. കല്യാണത്തിനായാലും സിനിമ പാട്ടും ഡാൻസും ഒക്കെ നിങ്ങൾക്ക് ഹലാലാണ്, മറ്റുള്ളവർക്ക് ഹറാമാവുള്ളൂ എന്നാ പറയേണ്ടത്. ഏഹ് ഒരു ഇസ്ലാമിക നിയമം പറഞ്ഞു, ഇസ്ലാമിക നിയമം പറഞ്ഞു, ഇസ്ലാമിക നിയമം പറഞ്ഞ് കേട്ടില്ലേ? കാലിക്ക് ഉയരം വേണം, അത് ഇസ്ലാമിന്റെ നിയമമാണ്. അതേമാതിരി അന്യമതസ്ഥരുടെ ആചാരങ്ങൾ ആചരിക്കാൻ പാടില്ല, പൂക്കൂട്ടൂരിനുള്ള മറുപടിയാണ്. അതിനകത്തഞ്ഞ് ക്ലാരിറ്റി ഉണ്ട്. നമ്മളെന്ത് വിചാരിച്ച് തങ്ങൾക്ക് ഒക്കെ ഹലാലായി കിട്ടുമെന്ന് സമസ്ത പറഞ്ഞ് വിചാരിച്ചോ? ദിവസം പണി ഉണ്ടാവും. അതിനെക്കാട്ടി എല്ലാവരും തിരിച്ചിടുമല്ലോ അതായത് എത്ര പിന്നെ അങ്ങനെ സമസ്ത ആര് പറഞ്ഞു ഞങ്ങളോട് മാപ്പ്? നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞതെന്നാ പറഞ്ഞത്. അതിനല്ല ഒരു പുറത്തും പറഞ്ഞ് കാലിക്ക് വിവരമാണ് നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് ഉമർ ഫൈസി പറഞ്ഞു. അതേമാതിരി കേക്ക് മുറിച്ചതിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്, അത് അബ്ദുസമ പൂക്കോട്ടൂരിനുള്ള മറുപടിയാണെന്ന്. അതിനല്ലേ പറയണ്ടത്? പിന്നെന്താ പറയണ്ടത്? നിങ്ങൾ എന്ത് ചെയ്താലും അത് ഇസ്ലാമാണ്, അത് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറയാം. പാർട്ടി എന്ത് തമ്മാടിത്തരം കാണിച്ചാലും അതിന് ഇസ്ലാമിക സപ്പോർട്ട് കൊടുക്കണം. എൻ്റെ മായത്തെ ആളുകളുണ്ടാവും, വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ, പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇല്ല, ഇംഗ്ലീഷിന് വലിയ വിവരമില്ല, എൻ്റെ പുറത്തു പോയത് എന്നായി തന്നെ. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതതിൻ്റെ മട്ടത്തിനാവണം. സമസ്ത പണ്ഡിതന്മാരൊക്കെ കൂടിയത് നിങ്ങളെന്തും ചെയ്തോളി അറിയാം. നിങ്ങൾ കല്യാണത്തിന് പാട്ട് വെച്ചോളി, നിങ്ങൾ ഇവിടെ പോയിക്കാണ്ട് ചാടിക്കോളി, നിങ്ങൾക്ക് ചാടാം. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ? അത് നിയമം ഇവിടുത്തുള്ള സാധാരണക്കാർക്ക് മാത്രം. അങ്ങനെ ഇസ്ലാം ഏത് ഇസ്ലാമാ നമുക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അത് ശരി, ഓല് പറഞ്ഞത് ഉദ്ദേശിച്ചത് എന്താണോ അത് പറഞ്ഞു. അത് ശരി, പിന്നെന്താ പറയണ്ടത്? നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങൾ മറ്റുള്ളവർ ചെയ്യരുത് എന്നാ പറയാം. അങ്ങനെ പറയണ്ടേ? ജിയോട് പറയും, ഇഞ്ചി കുറച്ച് പഠിച്ചാണല്ലോ, അങ്ങനെ പറയണ്ടേ? ഇവിടെ പറയും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ രണ്ട് പറഞ്ഞതും ദീനാണ്, ആ ദീനിന്റെ നിയമങ്ങളാണ് ആ പറഞ്ഞത്. കാളിക്ക് വിവരമാണെന്നുള്ളത് അതിന്റെ നിയമമാണ്, വിവരമില്ലാത്തവന് കാളി ചെയ്യാൻ പറ്റൂല. അത് തങ്ങൾക്ക് ഉണ്ടെങ്കിൽ തങ്ങൾക്ക് ആവാം, തന്നെ ആൾക്ക് ഇല്ലെങ്കിൽ അത് തെറ്റന്നെയാണ്. അത്തപ്പന് അതേമാതിരി തന്നെ സിനിമ പാട്ടും കല്യാണത്തിന് ഗാനമേളി നടത്തിയാണ്ട് പാട്ടും പാടി നടക്കുന്ന തങ്ങളെ പണക്കാടാവുമ്പോൾ കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് പ്രശ്നമാണ്. അങ്ങനെ പറയണ്ടേ? ഉണ്ണി ഒളിഞ്ഞു പറയണേ, അതിനായിട്ട് എല്ലാവരും പിരിച്ചുവിടല്ലേ? ഇതിനങ്ങനെ ഒന്ന് ദാറുൽഹുദന്റെ പരിപാടിക്ക് ജിഫ്രി തങ്ങള് നല്ല വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവനാണ് അറിയാം എന്താണ് ഇസ്ലാമെന്നും ആരാണ് അള്ളാഹുന്നും ആരാണ് റസൂലെന്നും എന്തൊക്കെയാണ് ഇസ്ലാം പറ്റുകയെന്നും പറ്റൂലെന്നൊക്കെ എല്ലാ വ്യക്തികൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തുണ്ടെങ്കിൽ ചോദിച്ചു പഠിക്കുകയും ചെയ്യാം. പിന്നെ ഓരോരുത്തർ ചെയ്യണത് കണ്ടിട്ട് അത് ഫോളോ ചെയ്താണ്ട് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. അത് തങ്ങളാരും മൂലിയരാരും അങ്ങനെ തന്നെയാണെന്നാ പറഞ്ഞത്. ജിഫ്രി തങ്ങളെ പ്രസംഗം ശരിക്കാണ്ട് കേട്ടാൽ മതി, സ്വാദിഖ് അലി തങ്ങളെ എത്തിയാണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, വ്യക്തമായിട്ട് മനസ്സിലാവും, കേൾക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അത്ര ആ കാര്യത്തിൽ പറയാനുള്ളൂ. തങ്ങള് ഓണം ആഘോഷിച്ചാലും തങ്ങള് കേക്ക് മുറിച്ചാലും തങ്ങള് സിനിമ പാട്ട് പാടിയാലും ഏതൊരു സാധാരണക്കാരൻ ചെയ്താലും അത് ഹറാമാണെന്നാണോ അതേ മയത്തിനാണ് തങ്ങൾ ചെയ്താലും അതിനവിടെ ഹലാലിന്ന് കൊടുക്കാൻ പറ്റൂല. തങ്ങളാണെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കാനും പറ്റൂല. പണ്ഡിതന്മാർ പറയും, ദീന് പറയും. അതിന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളായിട്ടാണ് ഇപ്പൊ അങ്ങനെ വഹാബി അല്ലെങ്കിൽ എൻ്റെ അക്കീം വയസ്സിന് വഹാബി എന്ന് വെച്ചാൽ എന്താണ്? വഹാബികളെല്ലാ പ്രവർത്തനങ്ങൾ കഴിക്കലുണ്ട്, അതുകൊണ്ടാണ് അത് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ വായിക്കില്ല, അത് തങ്ങൾ ചെയ്താലും ശരി, ജിഫ്രി തങ്ങൾ ചെയ്താലും ശരി, ആര് ചെയ്താലും അത് തന്നെയാണ് ഇസ്ലാം. പറഞ്ഞത് അതിൽ മാറ്റം വരുത്തിയ പിന്നെന്തിനാ സമസ്തന്റെ ആവശ്യം തന്നെ വരുന്നില്ല. മനസ്സിലായോ? ആ ദീന ഹക്കായി നിലനിർത്താനാണ് സമസ്ത, അത് പറയും. പിന്നെ പറഞ്ഞത് നിയമം പറഞ്ഞ് തങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾ ഉദ്ദേശിച്ചല്ല എന്നുള്ളതാണ് പോലും അവിടെ പറഞ്ഞത്. അതാണ് അതിന്റെ സത്യം. ഇനി അങ്ങനെയല്ല, ഇന്ന ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറഞ്ഞത്, അതിൽ തങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല, ദീനിൽ അങ്ങനെയാണ്. ദീനിൽ തങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചാണ്ട് കുഴപ്പമില്ല, മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അതിപ്പോൾ കല്യാണത്തിന് പാട്ട് പാടുന്നതായാലും ഡാൻസ് കളിക്കുന്നതായാലും മറ്റേ കേക്ക് മുറിക്കുന്നതായാലും തങ്ങന്മാരാകുമ്പോൾ കാലിയാവുമ്പോൾ പ്രശ്നമില്ല, സാധാരണക്കാർക്കാണ് പ്രശ്നമില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ.
അതിട്ട് പറയാനും പാടില്ല. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു പറഞ്ഞു നിങ്ങളെല്ലാം ഉദ്ദേശിച്ച മൊത്തത്തിൽ അങ്ങനെയാണ് വേണ്ടത്. കാളിക്ക് വിവരം വേണം, കാളിമാരെ പണിയെടുക്കണം. രാഷ്ട്രീയക്കാരാണെന്ന് വിചാരിച്ചാണ്ട് സിനിമ എന്താ പറയുക പലിശന്റെ തലപ്പത്തിരിക്കലോ ബാങ്കിന്റെ തലപ്പത്തിരിക്കലോ ഒക്കെ തെറ്റന്നെയാണ്. അതിപ്പോ നിരീശ്വരവാദി ആയാലും വിശ്വാസമുള്ളവനായാലും ഒക്കെ ഇസ്ലാമിക കാഴ്ചപ്പാടുള്ളത് തെറ്റാണ്. അള്ളാന്റെ അടിമകളാവുമ്പോൾ അങ്ങനത്തെ തെറ്റാണ്, വിശ്വാസികളാവുമ്പോൾ പ്രത്യേകിച്ച്. അതാണ് പറഞ്ഞത് കേട്ടോ. അത് ഈ ഗൾഫിലൊക്കെ മാതിരി രാഷ്ട്രീയവും രാഷ്ട്രീയം കൊണ്ട് നടക്കുക, എന്നിട്ട് കൊട്ടാര മുഫ്തിമാര് ഫത്വ കൊടുക്കുക, ഓലെന്ത് ചെയ്താലും അത് കുഴപ്പമില്ല, ഓലാവുമ്പോൾ കുഴപ്പമില്ല. സാധാരണക്കാർക്കാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെന്ന് പറയാം. അങ്ങനെ കൊട്ടാര മുഫ്തിമാരുണ്ടല്ലോ, എല്ലാവർക്കും അറിയില്ല, സൗദി അറേബ്യയിലൊക്കെ നമ്മൾക്ക് അറിയാം ഇവിടുത്തെ നിയമങ്ങളൊക്കെ. എന്നാൽ നിങ്ങളിങ്ങനെ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല, അത് നമ്മളെ പാർട്ടിയൊന്നും പ്രശ്നമില്ല. മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്, അത് വിടാൻ പാടില്ല, അങ്ങനെ ആക്കുക അല്ല. അതല്ലേ എല്ലാവരും ഇപ്പോൾ കുറെ ആൾക്കാരിങ്ങനെ ചാക്കിട്ട് കുടിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഹലാലാക്കി തരാനും നിങ്ങൾക്ക് പറ്റാത്തത് അറവമാക്കാനും നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ ഹലാലാക്കാനും അല്ലേ അതിനുള്ള സമസ്ത ഉണ്ടാക്കിയിട്ടില്ലേ? അത് മനസ്സിലാക്കി വെച്ചാൽ ദീന് പറയാനാണ്. അതിൽ നിങ്ങൾക്ക് വഹാബികളെ കിട്ടുമല്ലോ, ഹക്കീം ബൈസിന്റെ ചൈത്താന്യത്ത് ബാധിച്ചവരെ കിട്ടും, പിന്നെ കുറച്ച് അപ്പുറത്തുനിന്നും കിട്ടും. കായ് മോഹമുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാൻ കിട്ടും. എങ്ങനെയൊക്കെ ചാടി കടന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ, 4 മദ്ഹബിൽ കൂടി ഊടിട്ട് കണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു പൊത്തുണ്ടോ ഒക്കെ നോക്കിയോണ്ട് അങ്ങനെ കഴിച്ചിടാ നോക്കിയോള്. ആരെങ്കിലും പറ്റിച്ചിട്ട് പഠിച്ചോലെ ഉള്ളതൊക്കെ ചെയ്ത് കൂട്ടിയാൽ പറ്റിച്ചാട് ഞാൻ ആടെ ചെല്ലാനുള്ളത് പഠിച്ചോടെ എടുത്ത് പോവാം. ഇവിടെ ദീന് പറയും, അത് പണ്ഡിതന്മാരെ പണിയാണ്. അത് പറഞ്ഞിട്ട് ഇന്നെ കുറിച്ചാളോ എന്ന് പറയും, ഇന്നെ കുറിച്ചാണോ അങ്ങനെ തോന്നുന്ന ആൾക്കാരെ ചെയ്യാക്കുക. എല്ലാവരും പറയാനുള്ളവർ പറയും. അതിനിപ്പോൾ ആര് ചെയ്താലും എന്നെ പറയാനുള്ളത്.